ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ക്യാബേജും മുട്ടയും ചേർത്തിട്ടുള്ള നല്ലൊരു തോരനാണ് തയ്യാറാക്കുന്നത്. ക്യാബേജ് ഇഷ്ടമില്ലാത്തവർ പോലും ഈ രീതിയിൽ മുട്ടയൊക്കെ ചേർത്ത് തയ്യാറാക്കിയാൽ നന്നായിട്ട് കഴിക്കും. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഈ ക്യാബേജ് മുട്ടത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 കപ്പ് ക്യാബേജ് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ഇതിനാവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ: 1 സവാള, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഏകദേശം 1 ടീസ്പൂണോളം ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും മുട്ടയും ഒക്കെ ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് പറയാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് 1 സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഏകദേശം 1 ടീസ്പൂണോളം ഇഞ്ചിയുമാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ട് തന്നെ ഈ ക്യാബേജ് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ക്യാബേജ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഈ ഒരു തോരൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനു മുമ്പ് സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക. റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നിറയെ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. അപ്പോൾ തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് മുട്ടയാണ്. അപ്പോൾ 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. 2 നുള്ള് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ടയുടെ കൂട്ട് ഈ ക്യാബേജിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ടയുടെ കൂട്ട് ഒഴിച്ചിട്ട് ഒരു അല്പസമയം അതൊന്ന് കുക്കാകട്ടെ. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ മുട്ടയുടെ കൂട്ട് ക്യാബേജുമായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ ക്യാബേജ് കഴിക്കാത്തവർ പോലും ഈ രീതിയിൽ തയ്യാറാക്കിയാൽ നന്നായിട്ട് കഴിക്കും. ഇനിയിപ്പോൾ ഈ മുട്ടയൊന്ന് കുക്കായി വരണം. നന്നായിട്ടിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മുട്ട ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ക്യാബേജും മുട്ടയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്.
ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്യാബേജ് മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്